മുച്ചിലോട്ട് ഭഗവതിയുടെ കഥ അറിയാമോ? ഒരു കാലത്ത് വേദശാസ്ത്രങ്ങളിൽ പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണരെ വെല്ലാൻ ആരുമില്ലായിരുന്നു. അന്യദേശക്കാരായ ബ്രാഹ്മണർ അക്കാലത്ത് പെരിഞ്ചൊല്ലൂർ ആസ്ഥാനമാക്കി തർക്കശാസ്ത്രത്തിൽ തങ്ങളുടെ അറിവും കഴിവും തെളിയിക്കുക ഒരു പതിവായിരുന്നു. അതിൽ തർക്കശാസ്ത്രത്തിൽ പേരുകേട്ട മനയാണ് രേമംഗലം. മന തലമുറകൾ നിലനിർത്താൻ മക്കളില്ലാതെ അന്യം നിന്നു പോകാറായി. ഈ മനയിലെ തിരുമേനിക്ക് തന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു പെൺകുഞ്ഞ് പിറന്നു. ഇല്ലത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം അവൾ മാണിയാട്ടില്ലത്ത് അന്നത്തെ ആചാരപ്രകാരം ഗുരുകുല വിദ്യാഭ്യാസത്തിനായി ചേർന്നു. 15 വയസ്സായപ്പോഴേക്കും കന്യകയായ ഈ പെൺകിടാവ് സർവ്വവിദ്യകളിലും അറിവ് നേടുകയും പ്രശസ്തി നേടുകയും ചെയ്തു. നാടുവാഴിയുടെയും നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയായി മാറിയ അവൾ പാവപ്പെട്ടവരോട് കരുണയുള്ളവളായിരുന്നു. എന്നാൽ വെറുമൊരു പെണ്ണായ അവളുടെ പാണ്ഡിത്യത്തെ അംഗീകരിക്കാൻ പെരിഞ്ചല്ലൂരിലെ യാഥാസ്ഥിതിക നമ്പൂതിരിമാർക്കായില്ല. ഈ സമയത്താണ് അവളുടെ കല്യാണം ഉറപ്പിക്കുന്നത്. കല്യാണത്തിന് 3 നാൾ മാത്രം ബാക്കിയുള്ള അവസരത്തിൽ നാടുവാഴി കന്യകയെ കണ്ട് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നു. അവൾ അതിന് തയ്യാറാവുകയും ചെയ്തു. ഉദയമംഗലം ക്ഷേത്രനടയിൽ വെച്ച് ആരംഭിച്ച തർക്കത്തിൽ ആദ്യ 2 ദിവസവും കന്യക ബ്രാഹ്മണരെ തോൽപ്പിച്ചു. അത് അവർക്ക് നീരസവും വൈരാഗ്യബുദ്ധിയും ഉണ്ടാക്കി. അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം 3-ാം ദിവസം തർക്കപ്പന്തലിൽ വെച്ച് അവർ കന്യകയോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഏറ്റവും വലിയ വേദന എന്തെന്നും ഏറ്റവും വലിയ സുഖം എന്തെന്നുമുള്ള ചോദ്യത്തിന് മറുപടിയായി ഏറ്റവും വലിയ വേദന പ്രസവവേദന എന്നും ഏറ്റവും വലിയ സുഖം രതിസുഖം എന്നും പറഞ്ഞു. പ്രസവവേദനയെക്കുറിച്ചും രതിസുഖത്തെക്കുറിച്ചും ആധികാരികമായി പറയാൻ കന്യകയ്ക്ക് അവകാശമില്ലെന്നും പണ്ഡിതസഭ ഒന്നടങ്കം ആക്ഷേപിച്ചു. ശേഷം കന്യകയെ ഇല്ലത്തുനിന്നും പുറത്താക്കുകയും ചെയ്തു. അപമാനിതയായ ആ കന്യക വടക്കോട്ട് നടന്ന് കരിവള്ളൂരിൽ എത്തി. കരിവള്ളൂർ അപ്പനെയും ദേരമംഗലത്ത് ഭഗവതിയെയും കണ്ടുവണങ്ങി. തന്റെ സങ്കടം അറിയിച്ച് മനമുരുകി പ്രാർത്ഥിച്ചു. അങ്ങനെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വയം അഗ്നികുണ്ഡം ഒരുക്കി ആത്മത്യാഗം ചെയ്യാൻ തീരുമാനിക്കുന്നു. ദേരമംഗലം ക്ഷേത്രത്തിലേക്ക് എണ്ണയുമായി ആ വഴി പോയ മുച്ചിലോട് പടനായരോട് തീയിലേക്ക് എണ്ണ ഒഴിക്കാൻ ആവശ്യപ്പെടുന്നു. അവളുടെ വാക്കുകൾ കേട്ട് അമ്പരന്നു. മുച്ചിലോട് പടനായർ എണ്ണ മുഴുവൻ തീയിലേക്ക് ഒഴിച്ചു. അങ്ങനെ അഗ്നിപ്രവേശത്തോടെ തന്റെ പരിശുദ്ധി തെളിയിച്ചു. ഒഴിഞ്ഞ പാത്രവുമായി വീട്ടിൽ വന്ന മുച്ചിനോടം കണ്ടത് പാത്രം നിറയെ എണ്ണ നിറഞ്ഞതായാണ്. ആത്മാഹുതി ചെയ്ത കന്യക കരിവള്ളൂരപ്പന്റെയും ദേരമംഗലത്ത് ഭഗവതിയുടെയും അനുഗ്രഹത്താൽ ഭഗവതിയായി മാറിയെന്ന് മുച്ചിലോടൻ മനസ്സിലാക്കുന്നു. ശേഷം തന്റെ കുലദേവതയായി കണ്ട് ആരാധിക്കുവാൻ തുടങ്ങുകയും ചെയ്തു.